കാറ്റത്തെ കിളിക്കൂടിന്റെ അടുത്ത എപ്പിസോഡിലെ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. രാത്രിയാവുമ്പോൾ ഉമ്മറത്തെ പടിക്കെട്ടിൽ ടെൻഷനോടെ ഇരിക്കുകയാണ് നിധി. ഉമ്മറത്തെ കട്ടിലിരുന്ന് പാട്ടും പാടിക്കൊണ്ടിരിക്കുന്ന അച്ഛനും ഇടയ്ക്കിടെ അവളെ ശ്രദ്ധിക്കുകയാ. അവൾ കൊതുകുകടിയും സഹിച്ചിരിക്കുന്നത് കണ്ട് നീ എന്താ ഇന്ന് ഉറങ്ങുന്നില്ലേ, കൊതുകുകടിയും കൊണ്ടിരിക്കുന്നെന്ന് അച്ഛൻ ചോദിക്കുക. സുഭാഷ് ചേട്ടന് നല്ല ഹർട്ടായി, അത് നിങ്ങൾക്കറിയാമോ എന്ന് നിധി ചോദിക്കുക. ഉറങ്ങുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ അവന് ഹർട്ടായ കാര്യം പറയുന്നു. അവന് ഹർട്ടായത് കൊണ്ട് നീ ഇന്ന് ഉറങ്ങില്ലേ എന്ന് അച്ഛനും ചോദിക്കുക. നിധിയും ചോദിക്കുന്നുണ്ട്, ഈ വീട്ടിൽ എന്തു നടന്നാലും കണ്ടില്ലെന്ന് നടിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നുവെന്ന്. സുഭാഷ് ചേട്ടന്റെ ജാതകദോഷം കാരണമാണ് ഈ വീട്ടിലാർക്കും കല്യാണം നടക്കാത്തതെന്ന് ആലോചിച്ച് വിഷമത്തിലാ സുഭാഷ് ചേട്ടൻ. ഈ വീട്ടിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം നിങ്ങളുടെ ആറ്റിറ്റ്യൂഡാ എന്നവൾ കുറ്റപ്പെടുത്ത. ആറ്റിറ്റ്യൂഡോ എന്ന് വെച്ചാ എന്ന് അച്ഛനും. ഇനി അതും വിശദീകരിക്കണോ? ഞാൻ പറയുന്നില്ലെന്ന് നിധിയും. പറയുന്നില്ലെങ്കിൽ പറയണ്ട, എനിക്ക് എന്താ എന്ന് അച്ഛനും. നിധിയും ദേഷ്യത്തോടെ പറയുക, എനിക്ക് നന്നായി അറിയാം നികേഷിന്റെ അമ്മ ഇവിടെ എവിടെയോ ഉണ്ട് എന്നവൾ പറയുന്നത് കേൾക്ക്. തുടങ്ങിയോ, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ, ചുമ്മാ ഓരോന്നങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എന്ന് അച്ഛനും കുറ്റപ്പെടുത്തുകയാണ്. ഞാൻ അവരെ ഒരു പ്രാവശ്യം റോഡിൽ വെച്ച് കണ്ടതാ എന്ന് നിധി തീർത്തു പറയും. ആരെയോ കണ്ടിട്ട് എന്നെ വന്ന് ചോദ്യം ചെയ്യുന്നു എന്നച്ഛൻ പറയേ. ഞാൻ നിങ്ങളോട് കണ്ടത് പറഞ്ഞപ്പോൾ നിങ്ങളുടെ മുഖം മാറിയത് ഞാൻ ശ്രദ്ധിച്ചു. അതെന്താണെങ്കിലും ഞാൻ കണ്ടുപിടിച്ചിരിക്കും. നിങ്ങൾ എന്തോ എന്നിൽ നിന്ന് മറയ്ക്കുന്നുണ്ട്, അത് നിങ്ങളുടെ മുഖത്തു നിന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് നിധിയും പറയുകയാണ്. അതുകൾക്ക് അച്ഛനും ചോദിക്കുന്നുണ്ട്, നീ ഈ ബിൽഡിംഗ് ഉണ്ടാക്കുന്ന ജോലിക്കെല്ലാം എന്തിനാ പോകുന്നത്? വല്ല പോലീസ് ജോലിക്കോ വക്കീൽ ജോലിക്കോ പോയാ പോരായിരുന്നോ? അതൊക്കെ എനിക്കറിയാം. ഒരുപക്ഷെ അവരിവിടെ എവിടെയെങ്കിലും താമസിക്കുന്നുണ്ടെങ്കിൽ അവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നൂടെ? അവരിവിടെ വന്ന് താമസിക്കുകയാണെങ്കിൽ പെണ്ണുങ്ങൾ വാഴാത്ത വീടെന്നുള്ള പ്രശ്നം തീർന്നു കിട്ടില്ലേ എന്ന് നിധി ചോദിക്കുന്നതുകൾക്ക് അച്ഛനും, നിനക്ക് വേറെ ഒരു പണിയുമില്ലേ? ഈ വീട് മാറ്റിയെടുക്കാൻ തക്കലിൽ നിന്നും വന്നതാണോ? പറഞ്ഞു തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക എന്നൊക്കെ അച്ഛൻ കുറ്റപ്പെടുത്തുമ്പോഴേക്കും സുധീഷ് അങ്ങോട്ട് വരികയാ. എന്താ നിധി കൊതുക് കടിയും കൊണ്ട് ഇവിടെ വന്നിരിക്കുന്നത്, പോയി ഉറങ്ങാൻ നോക്ക് എന്ന് പറയേ. സുഭാഷ് ഏട്ടൻ എവിടെയെന്ന് നിധിയും ചോദിക്കുക. സുഭാഷ് ഏട്ടൻ ഉറങ്ങാൻ കിടന്നു എന്ന് സുധീഷും പറയുന്നുണ്ട്. നിധിയും ആശ്വാസത്തോടെ, പാവം സുഭാഷ് ഏട്ടൻ, സുഭാഷ് ഏട്ടന് നല്ല വിഷമമായി, നിങ്ങളെല്ലാവരും സുഭാഷ് ഏട്ടനെ ഒന്ന് ശ്രദ്ധിക്കണേ എന്നവൾ ഓർമ്മിപ്പിക്കേ. അത് സാരമില്ല, സുഭാഷ് ഏട്ടൻ ശരിയായിക്കോളുമെന്ന് സുധീഷും പറയുക. അങ്ങനെയല്ല, സുഭാഷ് ഏട്ടൻ ആ ജോത്സ്യർ പറഞ്ഞത് വളരെ സീരിയസ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അതോർത്ത് വളരെ വിഷമത്തിലാ. എന്തെങ്കിലും തെറ്റായി നടന്നാലും എന്നവൾ ടെൻഷനോടെ പറയേ. എന്ത് തെറ്റായി നടക്കാനാ എന്ന് സുധീഷും ചോദിക്കുക. എനിക്കറിയില്ല, എനിക്കെന്തോ അങ്ങനെ തോന്നുന്നു. സുഭാഷ് ഏട്ടൻ എപ്പോഴും സങ്കടത്തോടെ എന്തോ ആലോചിച്ചിരിക്കുക എന്നവൾ പറയേ. സുധീഷും പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമില്ല, സുഭാഷ് ഏട്ടൻ അങ്ങനെയാ, ചെറിയ കാര്യം ഓർത്ത് വിഷമിച്ചിരിക്കും, ഓവർ എക്സ്പ്രസീവ് ആവും, ഉറങ്ങി എഴുന്നേറ്റാൽ എല്ലാം മറന്ന് സാധാരണ പോലെയാവും എന്ന് സുധീഷും പറയുന്നുണ്ട്. സുഭാഷ് ഏട്ടൻ കിടന്നു എന്ന് പറഞ്ഞില്ലേ, ഉറങ്ങിയോ എന്ന് നിധി വീണ്ടും ചോദിക്കുക. ഉറങ്ങിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുവെന്ന് സുധീഷും. നിധിയും പറയുന്നുണ്ട്, ഇന്നൊരു ദിവസം സുഭാഷ് ഏട്ടനെ കാര്യമായൊന്ന് ശ്രദ്ധിക്കണം. സുഭാഷ് ഏട്ടൻ എന്തെങ്കിലും തെറ്റായി നടക്കുമെന്ന് അറിഞ്ഞാൽ പോലും സുഭാഷ് ഏട്ടൻ വിഷമിക്കില്ല. പക്ഷേ സുഭാഷ് ഏട്ടൻ കാരണം നിങ്ങളുടെ ജീവിതത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് ജോത്സ്യർ പറഞ്ഞത് സുഭാഷ് ഏട്ടൻ സീരിയസ് ആയി എടുത്തോന്ന് അറിയില്ല എന്നൊക്കെ നിധി ടെൻഷനോടെ പറയേ. സുഭാഷ് ഏട്ടൻ എന്ത് ചെയ്യുമെന്നാ, വീട് വിട്ടിറങ്ങി പോകുമെന്നാണോ? അങ്ങനെയൊന്നും നടക്കില്ലെന്ന് സുധീഷും അവളെ ആശ്വസിപ്പിക്കുകയാ. അല്ല, അങ്ങനെയല്ല പറഞ്ഞത്, ഇങ്ങനെ ഒരു കാര്യം ഇവിടെ നടന്നു, അതിൽ നിന്ന് ഓവർകം ചെയ്യാൻ കുറച്ച് സമയമെടുക്കും, അതുവരെ സുഭാഷ് ഏട്ടനെ കാര്യമായൊന്ന് ശ്രദ്ധിക്കണം, അതിനുവേണ്ടിയാ പറഞ്ഞതെന്ന് നിധിയും. എന്താ നിധി, രാവിലെ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ നടന്നതൊന്നും സുഭാഷ് ഏട്ടന് ഓർമ്മ പോലും കാണില്ല, എപ്പോഴത്തെയും പോലെ ജോളിയായിരിക്കും, നീ വേണമെങ്കിൽ നോക്കിക്കോ എന്നൊക്കെ സുധീഷ് വീണ്ടും പറയുന്നുണ്ടെങ്കിലും അതല്ല സുധീഷേ, ഇന്നൊരു ദിവസത്തേക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണമെന്ന് നിധി വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ശരി, ഞാൻ ശ്രദ്ധിക്കാമെന്ന് സുധീഷും. താൻ ഉറങ്ങട്ടെ എന്ന് പറഞ്ഞ് നിധി എഴുന്നേൽക്കുമ്പോഴേക്കും സുധീഷും ഗുഡ് നൈറ്റ് പറഞ്ഞ് അവളെ പറഞ്ഞു വിടുകയാ. അവൾ പോയി കഴിയുമ്പോഴേക്കും പാട്ടിനൊത്ത് പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന അച്ഛനെ കണ്ട് സുധീഷും, പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണല്ലേ, അതും റൊമാൻറ്റിക് സോങ്, എല്ലാ കുഴപ്പങ്ങളും ഉണ്ടാക്കി വെച്ചിട്ട് പാട്ടും കേട്ട് സുഖിച്ചിരിക്കുന്നു, ഇതാണോ നിങ്ങളുടെ കലാബോധം? നിങ്ങൾ ആ ജാതകം കറക്റ്റ് ടൈമിൽ എടുത്തു കൊടുത്തതാ എല്ലാ കുഴപ്പത്തിനും കാരണം, കൊടുക്കാതിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നു എന്ന് സുധീഷ് കുറ്റപ്പെടുത്തേ. കാശ് കൊടുത്ത് ഒരു കെട്ട ജാതകം എഴുതി വാങ്ങിച്ചില്ലേ, അതിനു പകരം നല്ലൊരെണ്ണം എഴുതിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നം വല്ലതും ഉണ്ടാവുമായിരുന്നു, എന്നിട്ട് എന്നെ കുറ്റപ്പെടുത്താൻ വന്നിരിക്കുന്നു, എഴുന്നേറ്റ് പോടാ എന്ന് അച്ഛനും പറയുകയാണ്. പിന്നീട് സുധീഷ് എഴുന്നേറ്റ് കിടക്കാനായി വരുമ്പോഴേക്കും സുഭാഷ് ഏട്ടൻ അവിടെ പായയിൽ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. ഹരീഷും നികേഷും ഉറങ്ങാതെ ടെൻഷനോടെ ഇരിപ്പാ. സുധീഷും അങ്ങോട്ട് ഇരുന്നു കൊണ്ട്, എടാ ഹരീഷേ, സുഭാഷ് ഏട്ടൻ ഉറങ്ങിയോ എന്ന് ചോദിക്കേ. ഇപ്പൊ ഉറങ്ങിയതേ ഉള്ളൂ, സുധീഷ് ഏട്ടൻ മിണ്ടാതെ കിടക്കാൻ നോക്കെന്ന് ഹരീഷും പറയുകയാണ്. എടാ സുഭാഷ് ഏട്ടൻ ഓക്കെയാണോ എന്ന് സുധീഷ് വീണ്ടും ചോദിക്കേ. നികേഷും എഴുന്നേറ്റിരുന്നു കൊണ്ട്, സുഭാഷ് ഏട്ടൻ ഓക്കെയാണോ എന്നറിയില്ല, കുറെ കോമഡിയൊക്കെ പറഞ്ഞ് സുഭാഷ് ഏട്ടനെ സമാധാനിപ്പിക്കാൻ നോക്കി. പക്ഷേ സുഭാഷ് ഏട്ടൻ ചിരിച്ചതേയില്ല.
എന്നാൽ ജ്യോത്സ്യർ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചും ഒന്നും പറഞ്ഞില്ല. ഒന്നും മിണ്ടാതിരുന്നതേയുള്ളൂ. എന്നവൻ പറഞ്ഞു നിർത്തേ ഹരീഷും പറയുന്നുണ്ട്, സമാധാനമായിട്ടുണ്ടാവും, ഇപ്പൊ ഉറങ്ങിയെന്ന് തോന്നുന്നുവെന്ന്. സുധീഷ് സുഭാഷ് ഏട്ടാ എന്ന് വിളിച്ചു നോക്കിയെങ്കിലും മറുപടിയൊന്നുമില്ലാഞ്ഞ് ഇപ്പൊ ഉറങ്ങിയെന്ന് ഹരീഷിനോടും നികേഷിനോടും പറയുകയാണ്. ഉറങ്ങിയെങ്കിലും സുഭാഷ് ഏട്ടന്റെ മേലെ എപ്പോഴും ഒരു കണ്ണുണ്ടാവുന്നത് നല്ലതാണ് എന്ന് ഹരീഷ് ഓർമ്മിപ്പിക്കെ, സുഭാഷ് ഏട്ടൻ ഉറങ്ങിയാൽ പിന്നെ രാവിലെ എഴുന്നേൽക്കുകയുള്ളൂ. നമുക്ക് ആ ജ്യോത്സ്യരെ പോയി നല്ല പോലെ ഒന്ന് അങ്ങ് പെരുമാറിയാലോ എന്ന് സുധീഷ് ദേഷ്യത്തോടെ ചോദിക്കുക. അത് വിട്, അയാൾ എന്ത് ചെയ്തു എന്നാ? നമ്മൾ പോയി ജാതകം എഴുതിച്ചില്ലേ, അയാളാണ് പ്രശ്നക്കാരൻ എന്ന് ഹരീഷും പറയുന്നുണ്ട്. എന്നോടുള്ള ദേഷ്യം മുഴുവൻ ആ ജാതകത്തിൽ എഴുതി തീർത്തിരിക്കുന്നു. ഞാൻ അയാളെ വെറുതെ വിടാൻ പോകുന്നില്ല. നാളെ ഞാൻ അയാളെ പോയി കാണുന്നുണ്ട്. ഇനി അയാളെ തേടി ഒരുത്തനും വരാൻ പാടില്ല എന്നൊക്കെ സുധീഷ് ദേഷ്യത്തോടെ പറയേ. അത് വിട്ടേക്ക്, നടന്നതൊന്നും ഇനി മാറ്റാൻ കഴിയില്ലല്ലോ എന്ന് ഹരീഷും പറയുന്നുണ്ട്. ഞാൻ എന്റെ സമാധാനത്തിന് വേണ്ടി പറഞ്ഞതാടാ. ശരി, ഇനി ഇങ്ങനെ സംസാരിച്ചിരുന്ന സുഭാഷ് ഏട്ടനെ ഉണർത്തണ്ട, എല്ലാവരും കിടന്നുറങ്ങാൻ നോക്കെന്ന് പറഞ്ഞ് സുധീഷ് സുഭാഷ് ഏട്ടന്റെ അരികിലേക്ക് കിടക്കുകയാണ്. ഹരീഷും നികേഷും കിടക്കുമ്പോഴേക്കും സുഭാഷ് ഏട്ടനെ ടെൻഷനോടൊന്ന് നോക്കി സുധീഷും കണ്ണടച്ച് കിടന്നുറങ്ങുകയാണ്. എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ അതുവരെ ഉറങ്ങാതെ കണ്ണടച്ച് കിടക്കുകയായിരുന്ന സുഭാഷും കണ്ണു തുറക്കുകയാണ്. തന്റെ അരികിൽ കിടന്നുറങ്ങുന്ന അനിയന്മാരെ എല്ലാം ഒന്ന് നോക്കി സുഭാഷ് എഴുന്നേറ്റിരിക്കുക. തന്റെ ജാതകദോഷത്തെക്കുറിച്ച് ജ്യോത്സ്യം പറഞ്ഞ വാക്കുകളായിരുന്നു അപ്പോഴും സുഭാഷിന്റെ മനസ്സിൽ. അവൻ സുധീഷിനെയും ഹരീഷിനെയും നികേഷിനെയും എല്ലാം നോക്കി സങ്കടത്തോടെ ഇരിപ്പാം. രാവിലെ ആകുമ്പോൾ നിധി അടുക്കളയിൽ കയറി ചായ ഉണ്ടാക്കുകയാണ്. പൊട്ടിയതും ചളുങ്ങിയതുമായ പാത്രങ്ങളെല്ലാം കണ്ട് അവൾ പിറുപിറുത്ത് ഓരോന്ന് സംസാരിക്കുമ്പോഴാണ് നികേഷ് അങ്ങോട്ട് വരുന്നത്. ഈ പഴയ പാത്രങ്ങളെല്ലാം മാറ്റി കിച്ചണൊന്ന് മോഡിഫൈ ചെയ്യണമെന്ന് അവൾ നികേഷിനോടായി പറയുകയാ. സുഭാഷ് ഏട്ടൻ എഴുന്നേറ്റില്ലെന്ന് നിധി ചോദിക്കേ. എഴുന്നേറ്റല്ലോ, സുഭാഷ് ഏട്ടൻ കിച്ചണിൽ ഉണ്ടാവുമെന്ന് കരുതിയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇവിടെ എത്തിയപ്പോ ഏടത്തിയെ കണ്ടു, അപ്പോൾ സംസാരിച്ചു നിന്നതാണെന്ന് നികേഷും. നിധിയും ടെൻഷനോടെ റൂമിൽ കിടന്നുറങ്ങുന്നുണ്ടോന്ന് നോക്കിയോ എന്ന് ചോദിക്കേ. ഇല്ലടത്തി, ഞാൻ അവിടെ നോക്കിയിട്ടാ വരുന്നതെന്ന് നികേഷും. രാവിലെ എഴുന്നേറ്റിട്ടും കിച്ചണിലേക്ക് ഇതുവരെ കണ്ടില്ല, അതുകൊണ്ടാ ചോദിച്ചത്. കുറച്ച് ഗ്ലാസ് ഇങ്ങോട്ട് എടുക്കുന്ന നിധി പറയേ. നികേഷും ഗ്ലാസ് എടുത്തു കൊടുക്കുക. അവൾ ഗ്ലാസ്സിലേക്ക് ചായ പകർന്ന് നികേഷിന് ഒരെണ്ണം കൊടുക്കുക. ചായയുമായി അവൾ ഹാളിലേക്ക് ചെല്ലുമ്പോഴേക്കും സുധീഷ് എഴുന്നേറ്റിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അവൾ ചായ സുധീഷിന് നേരെ നീട്ടെ, താൻ ബ്രഷ് ചെയ്തിട്ട് ചായ കുടിച്ചോളാമെന്ന് സുധീഷ് പറയുക. സുധീഷ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോഴേക്കും അവൾ ഹരീഷിനും ചായ കൊടുത്ത് ഒരു ഗ്ലാസ് ചായ എടുത്ത് കുടിക്കുക. അവൾ ഹരീഷിനോടും ചോദിക്കുന്നുണ്ട്, സുഭാഷ് ഏട്ടൻ എവിടെയെന്ന്. സുഭാഷ് ഏട്ടൻ ഇവിടെ ഇല്ലേ എന്ന് ഹരീഷും. ഞാൻ ഇന്ന് രാവിലെ നേരത്തെ എഴുന്നേറ്റതാണല്ലോ, അപ്പോഴും സുഭാഷ് ഏട്ടനെ കണ്ടില്ലെന്ന് നിധിയും പറയുക. ഇനി റൂമിലെങ്ങാനും ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? റൂമിന്റെ ഡോർ അടച്ചു കിടന്ന് ഉറങ്ങുകയാണെങ്കിലോ എന്ന് നിധിയും ചോദിക്കുക. ഇല്ല എടുത്തി, റൂമിന്റെ ഡോർ ചാരിയിട്ടിട്ടേ ഉള്ളൂ, അകത്താരുമില്ല. ചിലപ്പോ കടയിലേക്ക് എങ്ങാനും പോയിട്ടുണ്ടാവുമെന്ന് ഹരീഷും പറയുക. ഇത്ര രാവിലെ കടയിലേക്ക് പോകുമോ എന്നവൾ ചോദിക്കുക. ചിലപ്പോഴൊക്കെ പോവാറുണ്ടെന്ന് ഹരീഷും. അപ്പോഴാണ് സുധീഷ് അങ്ങോട്ട് വന്ന് ചായ എടുത്തുകൊണ്ട്, എന്താടാ ഹരീഷേ, എന്തു പറ്റിയെന്ന് ചോദിക്കുന്നത്. സുഭാഷ് ഏട്ടനെ കണ്ടില്ല എന്ന് നിധി പറയേ. കാണുന്നില്ലെന്നോ എന്ന് സുധീഷും. സുഭാഷ് ഏട്ടനെ ഇവിടെ ഒന്നും കാണുന്നില്ലെന്ന ഏട്ടത്തി പറയുന്നത്. ചിലപ്പോ അടുത്ത കടയിലേക്ക് എങ്ങാനും പോയിട്ടുണ്ടാവുമെന്ന് ഹരീഷും പറയുക. ഇത്ര രാവിലെ കടയിലേക്ക് പോകുമോ? വീട് മുഴുവൻ നോക്കി, സുഭാഷ് ഏട്ടൻ എവിടെയുമില്ലെന്ന് ടെൻഷനോടെ നിധിയും പറയുകയാ. സുധീഷും പറയുന്നുണ്ട്, ഫോൺ വിളിച്ചു നോക്കാം. എപ്പോഴും സുഭാഷ് ഏട്ടൻ ഇങ്ങനെയാ, സമയവും കാലവും ഒന്നും നോക്കാതെ പെട്ടെന്ന് സൈറ്റിലേക്ക് പോകും. ഞാൻ ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് സുധീഷ് തന്റെ മൊബൈൽ എടുത്ത് സുഭാഷിന്റെ മൊബൈലിലേക്ക് വിളിക്കുക. മൊബൈൽ സ്വിച്ച് ഓഫ് ആണെന്ന് കണ്ട് സുധീഷും പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടന്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ആണല്ലോ, ചാർജ് തീർന്നോ? നികേഷേ, സുഭാഷ് ഏട്ടന്റെ മൊബൈൽ റൂമിൽ വെച്ചിട്ട് പോയോന്ന് നോക്കിയേ എന്ന് സുധീഷ് പറയേ. നികേഷും സുഭാഷിന്റെ റൂമിലേക്കായി പോവുകയാണ്. ഫോണിൽ ചിലപ്പോൾ ചാർജ് ഉണ്ടാവില്ല, ചാർജ് ഇല്ലാത്ത മൊബൈലുമായിട്ട് പുറത്തു പോയതായിരിക്കും എന്ന് സുധീഷും പറയുകയാണ്. നികേഷ് റൂമിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെ കട്ടിലിൽ കിടപ്പുണ്ട് സുഭാഷിന്റെ മൊബൈൽ. അതിനരികിൽ ഒരു ലെറ്ററും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ലെറ്റർ എടുത്തവൻ വായിക്കുന്നുണ്ട്. വായിച്ചു കഴിഞ്ഞ് അവനും പരിഭ്രമത്തോടെ, സുധീഷ് ഏട്ടാ, എഴുതി എന്ന് വിളിച്ചാൽ ലെറ്ററും കയ്യിൽ പിടിച്ച് ഹാളിലേക്ക് എത്തുമ്പോഴേക്കും, എന്താടാ നികേഷേ, എന്തുപറ്റി, എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവുന്നെന്ന് സുധീഷ് ചോദിക്കുക. നികേഷ് ആ ലെറ്റർ നിധിയുടെ കയ്യിലേക്ക് നൽകി അവളത് വായിക്കുക. സ്നേഹമുള്ള അനിയന്മാർക്കും സ്നേഹമുള്ള നിധിക്കും വേണ്ടി സുഭാഷ് ഏട്ടൻ എഴുതുന്നത്. ഇത്ര നാളും ഈ വീട്ടിലുണ്ടായ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഞാനാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. അച്ഛന്റെ പെരുദോഷം കൊണ്ടാണ് നമ്മുടെ വീട്ടിലേക്ക് ആരും പെണ്ണു തരാത്തതെന്നാ ഞാൻ ഇതുവരെ വിചാരിച്ചിരുന്നത്. പക്ഷേ എന്റെ ജാതക ദോഷമാണ് ഈ വീട്ടിൽ പെണ്ണുങ്ങൾ വാഴാത്തതിന് കാരണമെന്നോർക്കുമ്പോ വളരെ സങ്കടം തോന്നുന്നു. ഇനി ഞാൻ ഈ വീട്ടിൽ താമസിക്കുന്നത് അനിയന്മാരുടെ ജീവിതത്തിന് നല്ലതാവില്ലെന്ന് തോന്നുന്നു. അവരുടെ ജീവിതം നന്നായിരിക്കണം. എന്റെ ജാതക ദോഷം കാരണം ഇപ്പോൾ നമ്മുടെ വീട്ടിൽ താമസിക്കുന്ന നിധിയും വീട് വിട്ടു പോവാൻ പാടില്ല. എന്റെ ജാതകദോഷം കാരണം നിധിയും ഈ വീട് വിട്ടു പോവാൻ കാരണമാകുമോന്ന് ഒരു പേടിയുണ്ട് എനിക്ക്. നിധി ഈ വീട്ടിൽ ഉണ്ടാവണം. എന്റെ അനിയന്മാരുടെ എല്ലാം കല്യാണം പെട്ടെന്ന് നടന്ന് അവർ സന്തോഷമായി ജീവിക്കണം. ഇതെല്ലാം ഞാൻ ഈ വീട്ടിലുണ്ടെങ്കിൽ നടക്കില്ല. അതുകൊണ്ട് ഞാൻ വീട് വിട്ടു പോകുന്നു
എന്നൊക്കെ സുഭാഷ് ഏട്ടൻ എഴുതിയത് വായിക്കെ നിധിയും സങ്കടത്തോടെ കരയാൻ തുടങ്ങുകയാ. എല്ലാം കേട്ട് ഹരീഷും സുധീഷും നികേഷും എല്ലാം സങ്കടത്തോടെ കണ്ണു നിറഞ്ഞു നിൽപ്പാ. ഇങ്ങനെയൊരു തീരുമാനമെടുക്കാൻ വല്ലാത്ത വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് വേറെ വഴി അറിയില്ല. ഞാൻ എവിടെയായിരുന്നാലും എന്റെ മനസ്സ് എപ്പോഴും നിങ്ങളുടെ കൂടെ ആയിരിക്കും. നിങ്ങളുടെ നല്ലതിനു വേണ്ടി സുഭാഷ് ഏട്ടൻ നിങ്ങളെ വിട്ടു പോകുന്നു. എന്നെ ആരും ഇനി അന്വേഷിക്കണ്ട എന്ന് വായിച്ചു നിർത്തി നിധി സങ്കടത്തോടെ കരയുമ്പോഴേക്കും ഹരീഷും അവളുടെ കയ്യിൽ നിന്ന് ആ ലെറ്റർ വാങ്ങി വായിക്കുകയാണ്. ആകെ തകർന്നു പോയ നികേഷും ചെയറിലേക്ക് ഇരിക്കുമ്പോഴേക്കും സുധീഷും ഹരീഷിന്റെ കയ്യിൽ നിന്ന് ആ കത്ത് വാങ്ങി വായിക്കുകയാണ്. ഹരീഷും ടെൻഷനോടെ ഇരിക്കുന്ന നികേഷിന്റെ അരിയിലേക്ക് വന്ന് പറയുന്നുണ്ട്, നികേഷേ നീ വിഷമിക്കാതെടാ, സുഭാഷ് ഏട്ടൻ എങ്ങോട്ടും പോയിട്ടുണ്ടാവില്ല, ഇങ്ങോട്ട് വരുമെന്ന്. സുഭാഷ് ഏട്ടൻ എന്താ കത്തൊക്കെ എഴുതി വെച്ച് പോയത് എന്ന് നികേഷൻ ചോദിക്കുക. സുധീഷും കരച്ചിലൂടെ ചോദിക്കുന്നുണ്ട്, സുഭാഷ് ഏട്ടൻ ഇന്നലെയെല്ലാം ഓക്കെ ആയിരുന്നല്ലോ, പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് സുധീഷൻ ചോദിക്കുക. നിധിയും കരച്ചിലൂടെ പറയുകയാ, ഇന്നലെ ഞാൻ എത്ര വട്ടം പറഞ്ഞതാ സുഭാഷ് ഏട്ടൻ നന്നായി ഹേർട്ടായിട്ടുണ്ടെന്നും എന്തോ തെറ്റായി നടക്കാൻ പോകുന്നുണ്ടെന്ന് തോന്നിയെന്നും പറഞ്ഞതല്ലേ. ഒരു രാത്രി ഉറക്കമൊഴിഞ്ഞ് സുഭാഷ് ഏട്ടനെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല നിങ്ങൾക്ക് എന്നവൾ ചോദിക്കുന്നവൾക്ക് സുധീഷും പറയുകയാ, അല്ല നിധി, ഇന്നലെ നിധിയോട് സംസാരിച്ചു വരുമ്പോ സുഭാഷ് ഏട്ടൻ നല്ല ഉറക്കത്തിലായിരുന്നു. അത് കൺഫേം ചെയ്തിട്ടാ ഞങ്ങൾ എല്ലാവരും കിടന്നുറങ്ങിയതെന്ന്. നിധിയും ചോദിക്കുന്നുണ്ട്, സുഭാഷ് ഏട്ടൻ എങ്ങനെ ഉറങ്ങാനാ, എത്ര വലിയ കാര്യമാ ഉണ്ടായത്. സുഭാഷ് ഏട്ടൻ നല്ല വിഷമത്തിലായിരുന്നു. ഇങ്ങനെയൊരു സംഭവം ഉണ്ടായാൽ ആർക്കായാലും ഹേർട്ടാവും. സുഭാഷ് ഏട്ടന് നിങ്ങൾ 3 പേരുമായി എല്ലാം ഇങ്ങനെയെല്ലാം സംഭവിക്കുമെന്ന് തോന്നൽ കൊണ്ടാ ഞാൻ നിങ്ങളോട് സുഭാഷ് ഏട്ടനെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത്. ഇത് നോക്കിയേ, അനിയന്മാർക്ക് നല്ലത് നടക്കാൻ വേണ്ടിയിട്ട് താൻ പോവുകയാണെന്ന് പറഞ്ഞ ലെറ്റർ എഴുതി വെച്ചിരിക്കുന്നത്. ഇങ്ങനെയെല്ലാം നടക്കുമെന്ന് ഭയമുണ്ടായിരുന്നു എനിക്ക്. ഒരു രാത്രി ഉറക്കമൊഴിഞ്ഞിരുന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇതെല്ലാം നടക്കുമായിരുന്നു. നടന്ന കാര്യങ്ങളോർത്ത് എനിക്ക് തന്നെ ഇന്നലെ ഉറക്കം വന്നില്ല. രാവിലെ ഞാൻ 5 മണിക്ക് എഴുന്നേറ്റു. അപ്പോഴേ സുഭാഷ് ഏട്ടനെ കാണുന്നില്ല. അതിനു മുമ്പ് എഴുന്നേറ്റ് പോയിരിക്കാം എന്നവൾ കരച്ചിലോടെ പറയേ അങ്ങോട്ടെത്തുന്ന അച്ഛനും എന്തു പറ്റിയെന്ന് ചോദിക്കുക. സുഭാഷ് ഏട്ടനെ കാണുന്നില്ല എന്ന് നിധി സങ്കടത്തോടെ പറയുകയാ. കാണുന്നില്ലേ എന്നച്ഛൻ അമ്പരപ്പോടെ ചോദിക്കേ. എന്നെ ആരും തേടി വരരുത്, ഞാൻ വീട് വിട്ടു പോവുകയാണെന്ന് ലെറ്റർ എഴുതി വെച്ചിട്ട് പോയിരിക്കുന്നു എന്ന് പറഞ്ഞവൾ ആ ലെറ്റർ അച്ഛന് കൊടുക്കുക. അച്ഛൻ അത് വാങ്ങി വായിക്കുമ്പോഴേക്കും അച്ഛൻ പുറത്തല്ലേ ഉണ്ടായിരുന്നത്. സുഭാഷ് ഏട്ടൻ ഇറങ്ങിപ്പോകുന്നത് കണ്ടോ എന്ന് നിധി ചോദിക്കുക. ഞാൻ കണ്ടില്ല, ഉറങ്ങുകയായിരുന്നല്ലോ. രാത്രി പട്ടി കുരയ്ക്കുന്ന ശബ്ദം കേട്ടിരുന്നു എന്ന് അച്ഛൻ ഓർത്തെടുത്ത് പറയുന്നത് കേൾക്കെ നിധിയും സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട്, ദയവ് ചെയ്ത് എല്ലാവരും സുഭാഷ് ഏട്ടനെ പോയി തിരയേ എന്ന് പറയേ. സുഭാഷ് ഏട്ടൻ എന്ന് പറഞ്ഞ് സങ്കടത്തോടെ പിറപിറക്കുന്ന നികേഷിനോടായി, നികേഷ് നീ ടെൻഷൻ ആവാതെ, സുഭാഷ് ഏട്ടൻ ഇവിടെ എവിടെയെങ്കിലും തന്നെ ഉണ്ടാവും, ഞങ്ങൾ പോയി കൂട്ടിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ഹരീഷും ആശ്വസിപ്പിക്കുക. ഞാനും വരുന്നുണ്ട് ഹരീഷ് ഏട്ടാ, സുഭാഷ് ഏട്ടൻ എവിടെയാണെന്ന് അറിയാതെ ഈ വീട്ടിലിരിക്കാൻ കഴിയില്ല. വീട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ സുഭാഷ് ഏട്ടനെയും കൊണ്ടേ വരൂ എന്ന് നിധിയോടായി പറഞ്ഞ് ഹരീഷിനെ വിളിച്ച് പുറത്തേക്ക് ഇറങ്ങി പോവുകയാ നികേഷ്. സങ്കടത്തോടെ മരവിച്ച് നിൽക്കായിരുന്ന സുധീഷിനോടും, പോയി തിരിയാനല്ലേ പറഞ്ഞത്, പോ സുധീഷേ എന്ന് നിധി പറയേ. പോയി നോക്കാമെന്ന് പറഞ്ഞ് സുധീഷും അവരുടെ പുറകെ പോവുക. ആ ലെറ്റർ നിധിയുടെ കയ്യിലേക്ക് കൊടുത്ത് ഞാനും പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് അച്ഛനും ഇറങ്ങി പോകുന്നുണ്ട്. എല്ലാവരും ഇറങ്ങി പോകുമ്പോഴേക്കും സിറ്റൗട്ടിലേക്ക് എത്തുന്ന നിധിയും എല്ലായിടത്തും നോക്കണേ എന്ന് വിളിച്ചു പറയുക. ശരിയെന്ന് വിളിച്ചു പറഞ്ഞ് സുധീഷും ടെൻഷനോടെ നടന്നു നീങ്ങുകയാണ്. ആ ലെറ്ററും കയ്യിൽ പിടിച്ച് വീടിന് മുന്നിൽ സങ്കടത്തോടെ നിൽക്കുകയാണ് നിധിയും. അങ്ങനെ സുഭാഷിനെ അന്വേഷിച്ചിറങ്ങിയ സുധീഷും ഹരീഷും നികേഷും സുഭാഷിന്റെ പണി സൈറ്റിലും കടകളിലുമെല്ലാം സുഭാഷിനെ തിരഞ്ഞുകൊണ്ടിരിക്കുക. അച്ഛനും തന്റെ സൈക്കിളിൽ സുഭാഷിനെ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും മാർക്കറ്റിലുമെല്ലാം അവർ സുഭാഷ് ഏട്ടനെ തിരഞ്ഞു നടക്കുക. പല സ്ഥലങ്ങളിലും അന്വേഷിച്ചു കാണാതെ സുധീഷ് നിരാശയോടെ ബൈക്കോടിച്ചു വരുമ്പോഴാണ് അവിനാശ് റോഡിലൂടെ നടന്നു വരുന്നത് സുധീഷ് കാണുന്നത്. അവൻ പെട്ടെന്ന് തന്നെ വണ്ടി നിർത്തി അവിനാശിന്റെ അരികിലേക്ക് ഓടിച്ചെന്ന്, അവിനാശ് വയ്യ, സുഭാഷ് ഏട്ടനെ രാവിലെ മുതൽ വീട്ടിൽ കാണുന്നില്ല. സുഭാഷ് ഏട്ടൻ ജോലി ചെയ്യുന്ന സൈറ്റിലൊക്കെ പോയി നോക്കിയിട്ടാ വരുന്നത്. എവിടെയും സുഭാഷ് ഏട്ടനെ കാണുന്നില്ല. മൊബൈലും വീട്ടിൽ വെച്ചിട്ടാ പോയത്. സുഭാഷ് ഏട്ടൻ എവിടെയുണ്ടെന്ന കാര്യം അവിനാശ് വയ്യക്ക് അറിയാമോ എന്ന് സുധീഷ് ചോദിക്കുക.